പ്രൈസ് ലോർഡ് കർത്താവിനെ ധന്യപരനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനെ കർത്താവിനെ സ്തുതിക്കുന്നു. കരുണാപ്രമസ്യോട് ചേർന്ന് ഉപവസിക്കുന്ന എല്ലാ പ്രാർത്ഥനാ സഹായികൾക്കും എല്ലാ ദിവസവും രാവിലെ 4 തൊട്ട് 5 വരെയുള്ള ഡിവോഷനിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥനാ സഹായികളായ പ്രിയപ്പെട്ടവർക്ക് അഭ്യുദയകാംക്ഷികൾക്കെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് ഈ തിങ്കളാഴ്ച വരെ നമ്മെ ജീവിതത്തോട് ബലത്തോടെ കർത്താവ് നടത്തുകൊണ്ടേയായിരുന്നല്ലോ. കഴിഞ്ഞ ആഴ്ചയിലെ ദൈവത്തിൻ്റെ ദൂതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുക്കിയ ദൂത് സ്തോത്രം കേട്ട അനേക പ്രിയപ്പെട്ടവർ വ്യക്തിപരമായി വിളിക്കുകയും അവർക്ക് വേണ്ട ധൈര്യം ദൈവം നൽകിയെന്ന് പറയുവാൻ്റെ ആയിരുന്നു സ്തോത്രം. ഇന്ന് പോൽക്കാലവും ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾ അറിയിപ്പാൻ ഏൽപ്പിച്ച ദൈവന വെളിപ്പാടിൽ ഇങ്ങനെ ശ്രദ്ധയിച്ചിരിക്കുകയാണ്. 102 സംഘത്തിനും 14 വാക്യം. അവളുടെ കല്ലുകളോട് താല്പര്യവും അവളെ പൂഴിയോട് അലിവും തോന്നുന്നു. ടേക്ക് പ്ലഷർ ഇൻ ഹെർ സ്റ്റോൺസ് ആൻഡ് ഷോ ഫേവർ ടു ഹെർ ഡസ്റ്റ്. കല്ലുകളോട് താല്പര്യം. കർത്താവ് എന്താണ് ജനത്തെ അറിയിക്കേണ്ടത് എന്ന് ദൈവത്തോട് ഞാനിങ്ങനെ കുറച്ചേറെ സമയങ്ങൾ ചെലവിട്ട് ചോദിച്ച സമയത്ത് പരിശുദ്ധമായി അർപ്പിച്ച ദൈവശബ്ദമാണ് കല്ലുകളോട് താല്പര്യം തോന്നുന്ന ദൈവം. സ്തോത്രം. പൂഴിയോട് അലിവ് തോന്നി. ഒന്നുകൂടെ മെസ്സേജിലേക്ക് പറഞ്ഞാൽ നിന്നോട് താല്പര്യം തോന്നുന്ന ദൈവം. 2, നിന്നോട് അലിവ് തോന്നുന്ന ദൈവം. നാളുകളായിട്ട് എൻ്റെ പ്രാർത്ഥന വിഷയത്തിന്മേൽ ഒരു വ്യത്യാസം ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥയിൽ ഭാരപ്പെട്ട് ഞരങ്ങുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവം പറയുന്നു, നിന്റെ കല്ലുകളോട് എനിക്ക് താല്പര്യം തോന്നുന്ന സമയം വന്നിരിക്കുകയാണ്. തൊട്ട് മുമ്പത്തെ വാക്യം പറയുന്നു, അവളോട് കൃപ കാണിപ്പാണ് കാലം, അതിനുള്ള സമയം വന്നിരിക്കുന്നു. രാവിലെ പരിശുദ്ധ പറയുന്നു, നിന്നോട് കൃപ കാണിപ്പാണ് കാലം, അതിനുള്ള സമയം വന്നിരിക്കുകയാണ്. നീ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ മേൽ ഈ രാവിലെ നേരിടുകയാണ്. അത്യുന്ന ശക്തി നിന്റെ മേൽ നേരിടുമെന്ന് ആമേൻ മറിയോട് പറഞ്ഞ പോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ മൂവിങ് ഈ രാവിലെ ഈ പ്രാർത്ഥന സഹായികളുടെ മേൽ ഈ ദൂതിൻ്റെ ശ്രമിക്കുവാനായിട്ട് താല്പര്യം പ്രിയപ്പെട്ട മേൽ ദൈവം അയക്കുന്നുവെന്ന് ദൈവാത്മാവ് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വിഷയം അല്പം മിനിറ്റുകൾ സ്റ്റഡി ചെയ്ത സമയത്ത് പഴയ പുതിയമത്തിലും ധാരാളം കല്ലുകളെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 27 വായിക്കുന്നു, ചെത്താത്ത കല്ല്. 1 രാജാക്കന്മാർ 5 ചെത്തിയ കല്ല്. 1 രാജാക്കന്മാർ 6 വെട്ടുകുഴി വെച്ച് കുറവ് തീർത്ത കല്ല്. യോശുവ 5 തീക്കല്ല്. പുറപ്പാട് 39 വായിക്കുന്നു, ഏഫോദിന് ചുമൽക്കണ്ടങ്ങളിൽ ഓർമ്മക്കല്ലുകൾ പതിപ്പിക്കണം. ഓർമ്മക്കല്ലുകൾ. സ്തോത്രം. പുതിയമത്തിലേക്ക് നാം വരുമ്പോൾ ഇവിടെ കാണുന്ന സ്തോത്രം ലൂക്കോസ് 19 യേശു കർത്താവ് പറയാണ്, നിങ്ങൾ ഉണ്ടായിരുന്നാൽ ഈ കല്ലുകൾ ആർക്കും ആർത്തു വിളിക്കുന്ന കല്ലുകൾ. സ്തോത്രം. 1 പത്രോസ് 2-5 വാക്യം വായിക്കുമ്പോൾ, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മഗ്രഹമായി പണിയപ്പെടുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ ദൈവം നിന്നോട് താല്പര്യം തോന്നണമെങ്കിൽ ഹല്ലേലൂയ, നീ ആരാകണം? സ്തോത്രം. ജീവനുള്ള കല്ലായ യേശു അടുക്കൽ വന്നിട്ട് നീയും ഒരു ജീവനുള്ള കല്ലായി മാറേണ്ട ആവശ്യമാണ്. ജീവനില്ലാത്ത ഒരു വസ്തുവായിട്ടല്ല, നിന്നെ ജീവനുള്ള കല്ലാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ്? നമ്മൾക്കറിയാവുന്ന വാക്യമാണ്. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ വായിക്കുന്നു, ജീവനുണ്ടാകുവാനും സമർത്ഥിയായ ജീവനുണ്ടാകുവാൻ യേശു കർത്താവ് വന്നത്. യേശു വിശ്വസിക്കുന്ന ഒരു വ്യക്തി നിർജീവനായിട്ട്, വളർച്ചയില്ലാത്തവനായിട്ട്, ആമേൻ സ്തോത്രം, ഒരു മൂലയിൽ ഒതുക്കപ്പെട്ടവനായിട്ട് ആക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്നെ സമർത്ഥിയിലേക്ക് കൊണ്ടുവരുവാൻ, സമർത്ഥമായ ജീവൻ പകരുവാൻ വേണ്ടി യേശു കർത്താവ് വന്നത്. അബൻഡൻസ്, ആമേൻ, സമർത്ഥി. നാളുകളായിട്ട് കർത്താവിന് പിന്നാലെ യാത്ര ചെയ്തുവെന്ന് ബോധ്യമുണ്ടെങ്കിലും വേണ്ടവണ്ണം ഒരു സമർത്ഥി അനുഭവിക്കാൻ കഴിയാതെ മിടുക്കതിനും കഴിയുന്ന നിന്നോടധികം പറയുന്നത്, യേശു വന്നത് സമർത്ഥമായ ജീവൻ തരാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇടുക്കത്തിലായിരുന്നപ്പോൾ അവർ എന്നോട് നിലവിളിച്ചു, ഞാൻ വിശാല വരുത്തിയെന്ന ദൈവത്തിന് പറയുന്ന സംഘത്തിലും 4 വായിക്കുന്ന സ്വന്തം. അപ്പോൾ
ഇടുക്കവും ഞെരുക്കവും അനുഭവിക്കുമ്പോൾ നീ ചെയ്യേണ്ടത് എന്താണ്? നീ ദൈവത്തോട് നിലവിളിക്കണം. ദൈവത്തോട് അടുപ്പം കൂട്ടേണ്ട ആവശ്യമാണ്. അപ്പോഴാണ് ദൈവം വിശാല വരുത്തുവാനിടയാകുന്ന സ്വന്തം. ദൈവം നിന്നോട് പ്രത്യേക താല്പര്യം തോന്നണം, അല്ലാണ്ട് നിന്നോട് അലിവ് തോന്നണം. ആ നിലയിലേക്ക് ദൈവത്തിൻ്റെ കാര്യം നീട്ടണമെങ്കിൽ നിങ്ങൾ ജീവനുള്ള കല്ലായി മാറേണ്ട ആവശ്യമാണ്. സ്തോത്രം. യേശു ആരാണ്? അവൻ കല്ലാണ്, അവൻ പാറയാണ്. സ്തോത്രം. പാറയായ യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്ന വ്യക്തികൾ പാറ കഷ്ണങ്ങളാണ്. അവരെന്ത് ചെയ്യണം? സ്തോത്രം. ആമേൻ. ജീവനുള്ള കല്ലായി മാറേണ്ട ആവശ്യമാണ്. യേശു 1 പത്രോസ് 2:5 യേശുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് യേശുവിനെ അടുത്തറിഞ്ഞ പത്രോസ് പറയാണ്, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. സ്തോത്രം. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. ജീവൻ എന്താണ്? യോഹന്നാൻ 6:6 വാക്യം വായിക്കുന്നു, ഞാൻ കൊണ്ട് സംസാര വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ദൈവത്തിൻ്റെ വചന കേൾവിൽ കൂടെ ജീവൻ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി വിശാലമായൊരു ടോപ്പിക്കായിട്ട് ഇതിനു മുമ്പിൽ കർത്താവ് കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. എസ്തേർ പുസ്തകം 2-17 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അനേക കന്യകമാർ രാജാവിന് ഭാര്യയാകുവാനായിട്ട് അവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എസ്തേർ എന്ന് പറഞ്ഞ യുവതിയോട് രാജാവിന് കുറവയും പക്ഷവും തോന്നുവാനിടയായി തോന്നും. പ്രത്യേക താല്പര്യം അവളോട് തോന്നുവാനായിട്ടിടയായി. അതെന്തുകൊണ്ടാണ്? അവൾ ഒരു ജീവൻ ഉണ്ടായിരുന്നു. സ്തോത്രം. അവൾ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കും, ഉപവാസം ചെയ്യുന്ന ദൈവത്തിന് വലുതായിരുന്നു. അത് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവൾക്ക് അതവിടെ വെളിപ്പെടുത്തുവാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഈ സമയത്ത് അത് ദൈവം വെളിപ്പെടുത്തുവാൻ ഇടയാകുകയാണ്. ഇന്ന് രാവിലെ ദൈവം പറയുന്നു, സ്തോത്രം, പല നിലയിൽ പെന്തക്കോസ്തുകാര് എന്ന നിലയിൽ നീ മുമ്പോട്ട് പോയിട്ട് നിന്റെ സ്ഥാപനത്തിലോ ജോലി സ്ഥലത്തോ വീട്ടിലോ ഒക്കെ അവഗണന അനുഭവിക്കുന്ന വ്യക്തിയായി നീ തുടരുന്നെങ്കിൽ നിന്നോട് ദൈവം പറയുകയാണ്, എസ്തേറിനെ പോലെ നിന്നോട് ദൈവത്തിന് ഒരു പ്രത്യേക താല്പര്യം തോന്നുവാനുള്ള സമയം വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എസ്തേർ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു ഉപവസിച്ചുകൊണ്ട് ധൈര്യത്തോട് അടുത്ത് ചെന്നുകൊണ്ട് അവൾ മേൽ ദൈവത്തിൻ്റെ കൃപ പകരുകയും. സ്തോത്രം. അവൾ അവിടെ മാനിക്കപ്പെടുവാൻ അവളോട് പ്രത്യേക താല്പര്യം ഉണ്ടാകുവാൻ ഇടയായി തോന്നുന്ന നമുക്ക് കാണുകയാണ്. രണ്ടാമത്തെ കാര്യം, അലിവ് തോന്നുന്ന ദൈവം എന്നുള്ള അലിവ് തോന്നുന്ന ദൈവം. അലിവ് തോന്നു പറയുമ്പോൾ പുറപ്പാട് പുസ്തകം 2-6 വാക്യത്തിൽ അവിടെ ഉണ്ട സംഭവം നമുക്കറിയാം. അവിടെ മോശക്കുഞ്ഞിനെ അവിടെ വീട്ടിൽ സംരക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ കുഞ്ഞിന് ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കിയിട്ട് നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ വല്ലാത്ത പ്രതിസന്ധിയില്ല വീടായിരിക്കുകയാണ്. അപ്പോഴാണ് കൊട്ടാരത്തിൽ താമസിച്ച രാജാവിൻ്റെ മകൾ, അവൾക്കൊരാഗ്രഹം. പെട്ടെന്ന് ദൈവം പറയാം, നീ കൊട്ടാരമായിട്ട് പുറത്തിറങ്ങി പുഴവക്കത്തിൽ നിന്ന് ഇന്ന് കുളത്തിൽ കുളിക്കുക, അല്ലെങ്കിൽ ആറ്റിൽ കുളിക്കുക, നദിയിൽ കുളിക്കുക. അങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കാണുന്നത്. പ്രശ്നമുണ്ട്. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അവൾക്ക് അവനോട് അലിവ് തോന്നി. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിന്റെ കുഞ്ഞിനോട് അലിവ് തോന്നുന്ന സമയം അടുത്ത് വരികയാണ്. പറയുന്നു, സ്തോത്രം. നാളുകളായി അലിവ് തോന്നുവാൻ പറ്റാത്ത അവസ്ഥയിൽ നീ ഞരങ്ങി വരികയാണ്. ദൈവം പറയുന്നു, നിന്നോട് അലിവ് തോന്നുന്ന സമയം അടുത്ത് വന്നിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവളോട് അലിവ് തോന്നുന്നു. അവളെ കല്ലുകളോട് താല്പര്യം തോന്നുന്നു. നീ ഇന്നും ജീവനില്ലാത്ത കല്ലായിരിക്കുകയല്ല. ജീവന്റെ പേരിലും മരിച്ചവനെ പോലെ അല്ലെങ്കിൽ സ്തോത്രം മരിപ്പാറായ അവസ്ഥയിൽ തുടരുകയല്ല. നീ ജീവന്റെ തുടുപ്പിലേക്ക് നീ അടുത്തു വരുമെങ്കിൽ ദൈവം പറയുകയാണ്, സ്തോത്രം, നിന്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യം ദൈവം അയക്കുകയാണ്. നിന്നോട് അലിവ് തോന്നുന്ന കർത്താവിന് കരം വ്യാപരിക്കുകയാണ്. ഇന്ന് പകൽക്കാല ഇതൂത് നിന്നെ സ്വാധീനിക്കുമെങ്കിൽ, സ്തോത്രം, ഇതൂതിന് വിനയപ്പെടുമെങ്കിൽ രാവിലെ സ്വർഗം പറയുന്നു, സ്തോത്രം, ദൈവത്തിന് നിന്നോട് പ്രത്യേക താല്പര്യം അലിവും തോന്നുവാനുള്ള സമയം അടുത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ചെയ്യേണ്ടതാണ്, ഒന്നുകൂടി ജീവൻ പ്രാപിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ നിർജീവാവസ്ഥ മയക്കം ഉറക്കം മാറ്റേണ്ട ജീവനിലേക്ക് അടുത്തു വരിക. എൻ്റെ മേൽ ഒരു ജീവന്റെ തുടുപ്പ് തരണമേ കർത്താവിനെ, ജീവിപ്പിക്കുന്ന കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നിന്റെ മേൽ പ്രത്യേക താല്പര്യം തോന്നി, നിന്നോട് അലിവ് തോന്നി, നിന്നെ മാനിപ്പാനിടയാകും. സ്വർഗീയ പിതാവേ, ഈ രാവിലെ ദൂത് കേട്ട എല്ലാ സൗകര്യമാരെയും യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാളുകളായി ഹല്ലേലൂയ ദൈവത്തിൻ്റെ താല്പര്യം എന്നോട് തോന്നുന്നില്ല എന്നുള്ള നിലയിൽ ഇരിക്കുമ്പോൾ അവരും കല്ലുകളായിരിക്കുകയല്ല, ജീവനുള്ള കല്ലുകളായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അലിവ് തോന്നുന്ന ആ വിഷയത്തിന്മേൽ, തലമുറ വിഷയത്തിന്മേൽ അലിവ് തോന്നുന്ന കർത്താവിനെ രാവിലെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ ആഴ്ച ദൈവനോട് താല്പര്യം തോന്നി, ദൈവനോട് അലിവ് തോന്നി എന്ന്
അനേക അടയാളങ്ങൾ വെളിപ്പെടുന്ന ഒരാഴ്ചയെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.